എന്നാ ജാനുമോളെ ഇൻട്രോ പറയും. ഇങ്ങോട്ട് വെക്ക് ഇൻട്രോ പറയും. ഹലോ ഗായ്സ്, എല്ലാവർക്കും ജാനുമോളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ശാന്തി തീരത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള മലപ്പുറത്ത് തന്നെയുള്ള ശാന്തിതീരം പുഴയോരം പാർക്കിൽ ഇത് കുറേ നാളായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ പക്ഷെ ഇതുവരെയും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ചുമ്മാ മലപ്പുറത്ത് ഇങ്ങനെ വന്നപ്പോൾ നമ്മളിവിടെ വന്നു നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. എൻട്രി ഫീ എത്രയാണെന്നുള്ളത് അവിടെ പോയാൽ അറിയാം. നമുക്ക് അവിടെ പോയി നോക്കാം. എന്താ പതിനെട്ട് എന്താ സംഭവം പറയണേ? ഓക്കെ. ആ പതിനെട്ട് ഇവിടെ എത്ര ടിക്കറ്റ് ചാർജ്? എത്ര? ഉറക്കെ പറയും. 10 രൂപ. ആ 10 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇത് 2011 മുതലുള്ള സാധനമാണല്ലേ? 2011 മുതലുള്ള. വാ 18 പോയോ? യൂണിഫോം ആ സ്കൂൾ കുട്ടികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ യൂണിഫോം പുറത്ത് ഊരി വെച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാനോ? ഇതെന്താ സംഭവം? പതിനെട്ട് പാർക്കിൽ വളർത്തുന്ന കോഴികളാണോ? ഇവിടെ അടുത്ത വീട്ടിലത്തെ കോഴികളൊക്കെ ഇവിടേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ഇതിന് താഴത്ത് നമുക്ക് കുറച്ച് താഴത്ത് പോയി നോക്കാം എന്താണെന്ന് ആദ്യം. എന്നിട്ട് ഇങ്ങോട്ട് കയറി വരാം കേട്ടോ. ഓക്കെ. ഇത് വേണമെന്താ വെച്ചാൽ നമ്മുടെ പുഴയുടെ തീരത്താണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു രസമുണ്ട് അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു കാംനെസ് ഇല്ല ഇവിടെ അല്ല പൊന്നു? പൊന്നു എന്താ പറയാത്തേ? ആ അല്ല, ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു വലിയൊരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതിൽ പോയി നോക്കാനോ? എങ്ങോട്ടില്ലാന്ന് പതിനെട്ടിക്ക് പേടിയാ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിൽ കയറി നോക്കാം. ഓ ഇതാകുമ്പോഴേക്കും നിങ്ങൾ പേടിയാ? അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയല്ലേ? കയറി കയറിയ ആ പിന്നെ അല്ല വരണ്ടി വരെ വാടാ ഈ ബാനടി അടകെ അടകടകെ ഇത് തുരുമ്പിടിച്ചോ? അതിന് നമുക്ക് താഴെ കൂടെ അങ്ങനെ അവിടെ താഴത്ത് പുഴയുടെ വക്കത്തേറ്റ് ഇറങ്ങി പോവാട്ടോ. എന്തപ്പോ കാണിക്കുന്നത്? അല്ല എന്താ പേര് ഇതൊന്നുമില്ലല്ലോ. പുഴയ്ക്ക് ഇറങ്ങാൻ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ പുഴയിൽ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങണ്ട, താഴത്ത് വരെ പോവാം കേട്ടോ. ശരിക്കും ഇത് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയുണ്ട്. നമുക്ക് ഇവിടുന്ന് ആ നൂറടിപ്പാലം കാണാമല്ലേ? അത് ഇതിലൂടെ നോക്കിയാൽ അവിടെ കുറേ അങ്ങോട്ടൊക്കെ ദൂരത്തിലുണ്ട് കേട്ടോ.
അപ്പോൾ മുന്നേ ഇതിൽ ചെറിയ മറ്റേ ബോട്ട് റൈഡൊക്കെ പെഡൽ ബോട്ടിൻ്റെ റൈഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വാട്ടർ സോബ്, പിന്നെ ടോയ് കാറ്, പിന്നെ ATV മറ്റേ ഓഫ് റോഡ് ബൈക്ക്, വാട്ടർ റോളറ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അതൊന്നുമില്ല. അതിൻ്റെ കേട് വന്നൊരു ബോട്ടൊക്കെ കിടക്കണം, ഒരു പെഡൽ ബോട്ടൊക്കെ അവിടെ കിടന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ നിർത്തി. പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെ ആയിരുന്നു തോന്നുന്നു. അന്നൊന്നും നമ്മൾ വന്നില്ല, അത് ഉദ്ഘാടനം ചെയ്ത സമയത്തൊന്നും നമ്മൾ വന്നില്ല. അത് നമ്മൾ ഏറ്റവും താഴത്ത് ഇങ്ങനെ ഇറങ്ങുന്ന പുഴയുടെ നല്ല വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. സംഭവം ഇതിന് ഈ പാത്ത് വേക്ക് ഇപ്പോൾ കട്ടയിട്ടതായിരുന്നു, അതൊക്കെ പൊളിഞ്ഞ് ഒരു മിനിറ്റ് കാണാം, ഒരു മിനിറ്റ് കട്ടയിട്ടതൊക്കെ പൊളിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ അറ്റത്താണ് ടോയ്ലറ്റ് ഉള്ളത്. അയ്യോ, പാപ്പാ വായോ വായോ. ഇവിടെ നമുക്ക് മുകളിൽ ജസ്റ്റ് ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ മെയിൻ്റനൻസ് ഇല്ലാത്ത സൂക്ഷിച്ച് കിടക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതിൻ്റെ പുഴയിൽ അവിടെ ഒരു ചെക്ക് ഡാം വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി ഒന്നും കൂടെ ആ ചെക്ക് ഡാമൊക്കെ വന്നതിന് ശേഷം സെറ്റാവാനുള്ള പരിപാടി ഉണ്ടാവും. അത് നല്ലൊരു ഏരിയയാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ അധികം ഇപ്പോൾ ഉള്ളത് മറ്റേ കമിതാക്കളാണ്. കമിതാക്കളുടെ ഒരു സ്വൈരവിഹാര കേന്ദ്രമാണ്. അത് ബാക്കിയുള്ള ഫാമിലീസും ആളുകളൊക്കെ വരുന്നത് വളരെ കുറവാണ്. ഇത് ഓപ്പൺ തിയേറ്റർ. അതിൻ്റെ മുകളിൽ കയറിക്കാം. എന്തായാലും ഇവിടെ വേദിയൊക്കെ ഒഴിഞ്ഞ് കിടക്കല്ലോ. അപ്പോൾ പിള്ളേർ വേറെ ഡാൻസൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചേച്ചീൻ്റെ ഡാൻസാണ്. ബാനുട്ടി നോക്കി പഠിച്ചാണ് കുറേയൊക്കെ. ഫുള്ളറിയൊന്നുമില്ല, അവള് നോക്കി കളിച്ചോളാം പറഞ്ഞത്. നമ്മൾ ഇവിടുത്തെ ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചു പോവാണ്. എങ്ങനെ ഇനിയിപ്പോൾ അത്ര പറ്റുള്ളൂ. ഇവിടെ നിന്ന് ഉറക്കാൻ സംസാരിക്കാനൊന്നും പറ്റില്ല. എങ്ങനെയുണ്ട്?
അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. അതിൻ്റെ മുന്നിലേക്ക് ബാരറ്റ് പോയോ, ഓടി പോയോ, ചേച്ചീൻ്റെ ഒപ്പം നടക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഈ മലപ്പുറത്തുള്ളേ നമ്മുടെ ശാന്തിതീരം എന്ന് പറയുന്ന ഈ ഒരു റിവർ സൈഡ് പാർക്കിൽ ശോഷിച്ചിട്ടുണ്ട്. എന്നാലും പാർക്കിൽ വന്നിട്ട് ഒരു മിനിറ്റ് നമ്മളിവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഇത് മെയിൻലി ആണല്ലോ ഒരു കമിതാക്കളുടെ ഏരിയ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.